ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആദ്യ പ്രതികരണവുമായി നടൻ മമ്മൂട്ടി. റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നുവെന്ന് മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. സിനിമയിൽ പവർ ഗ്രൂപ്പില്ലെന്നും കുറിപ്പിൽ സിനിമാ സംഘടനകളുടെ ഔദ്യോഗിക വിശദീകരണം വന്ന ശേഷം അഭിപ്രായം പറയാൻ കാത്തുനിന്നതിനാലാണ് തന്റെ പ്രതികരണം വൈകിയതെന്നും മമ്മൂട്ടിയുടെ പോസ്റ്റ്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ശ്യാം, വളരെ വൈകിയെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയെങ്കിലും മമ്മൂട്ടി പ്രതികരിക്കുന്നുണ്ട്. ഇന്നലെ മോഹൻലാൽ പറഞ്ഞതെന്തോ അതിൽ നിന്ന് ഒരു മാറ്റവുമില്ല. അക്ഷയ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് അദ്ദേഹം പറയുന്നത് താൻ ഈ താരസംഘടനയുടെ നേതൃത്വം ആദ്യഘട്ടത്തിൽ പ്രതികരിക്കട്ടെ, അതിനുശേഷം പ്രതികരിക്കാം, അതാണ് സംഘടനാ രീതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. ഈ താരസംഘടനയായ അമ്മയുടെ ആദ്യകാല വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു മമ്മൂട്ടി. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ആ ഒരു സംഘടനാ രീതി അദ്ദേഹം അവലംബിച്ചതെന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. പക്ഷെ അപ്പോഴും ഗൗരവമായ കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് സിനിമ സമൂഹത്തിന്റെ പരിച്ഛേദമാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ എല്ലാ തിന്മകളും സിനിമയിലുണ്ട്. സിനിമാ മേഖല സൂക്ഷ്മമായി സമൂഹം ശ്രദ്ധിക്കുന്ന ഒന്നാണ്. അവിടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ചർച്ചയ്ക്കിടയാക്കും. ഈ രംഗത്ത് അനഭിലഷണീയമായതൊന്നും സംഭവിക്കാതിരിക്കാൻ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കണം എന്ന ഓർമ്മപ്പെടുത്തലുകളൊക്കെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം നടന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന രീതിയിൽ ആരെങ്കിലും തെറ്റുകാരുണ്ട് എങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം എന്ന ഒരു നിലപാട് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ഇപ്പോൾ കോടതിയുടെ മുന്നിലാണ്. പക്ഷേ പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ എന്നതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു കാര്യം. ഈ ശിക്ഷാവിധികൾ തീരുമാനിക്കേണ്ടതും കോടതി തന്നെയാണ്. സിനിമയിൽ ഒരു സത്യകേന്ദ്രവും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. അതായത് ഈ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് ഹേമ കമ്മിറ്റി പറയുമ്പോൾ വ്യവസായം തകർക്കരുതെന്ന് ഇന്നലെ മോഹൻലാൽ മാധ്യമപ്രവർത്തകരോട് അപേക്ഷിച്ച് അഭ്യർത്ഥിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. സമാനമായി തന്നെയാണ് ഇന്ന് മമ്മൂട്ടിയുടെയും ഫേസ്ബുക്ക് പോസ്റ്റ്.